ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോണത് നിങ്ങൾ കർക്കിടക ലഗ്നം പാർട്ട് 2 ആണ് പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഒരു ലൈക്കും കമൻറ്റും നല്ല നല്ല കമൻറ്റുകൾ തരുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് തരുമ്പോൾ നമുക്കൊരു മാനസിക വിഷമം ഉണ്ടാക്കും. നമ്മുടെ പരിമിതിക്ക് വെച്ചിട്ട് ഈ സൂര്യപ്രകാശത്തിൻ്റെ വെട്ടത്തിലാണ് വീഡിയോസ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ പരിമിതികൾക്ക് വെച്ചിട്ട്, കാരണം നമുക്ക് സ്റ്റുഡിയോ പോയി, ഞാൻ എല്ലാം പറയും, സ്റ്റുഡിയോ പോയിട്ട് കാര്യങ്ങളില്ല. സാധാരണ ഒരു ഭിത്തിയിൽ ഒരു ചെറിയൊരു വൈറ്റ് ബോർഡ് കൊണ്ട് ഒരു ബോർഡ് വരച്ച് അതിൽ നിങ്ങൾക്ക് പരമാവധി നല്ലൊരു രീതിയിൽ കണ്ടൻറ്റ് തരണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റും ലൈക്കും പ്രതീക്ഷിക്കും. മറ്റുള്ളവരും ആ വീഡിയോസ് കാണുമ്പോൾ സെർച്ചിങ്ങിനൊക്കെ വരുമ്പോൾ നമ്മളെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇന്നും ഞാൻ പറയണത് ഭഗവത്ഗീതയിലെ ഒരു സന്ദേശവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ ആ ഒരു സന്ദേശം, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ മനസ്സിലേക്ക് പ്രചോദനമാകാൻ വേണ്ടിയിട്ട് ഒരു സന്ദേശമാണ് പറയണത്. അതായത് ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞ ഒരു സന്ദേശം എന്താണ് എന്നുള്ളതും നിങ്ങൾ മൈൻഡിലേക്ക് എടുക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ലക്ഷ്യം കൊണ്ടുവരിക. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് 100% കൺഫേമായ കാര്യമാണ്. എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഗ്രഹനില ദോഷമാണ്, ജാതകദോഷമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാതെ നമ്മൾ അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ കർമ്മപദത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ വിജയം ഉണ്ടാകും എന്നുള്ളത് കൂടി വസ്തുതയാണ്. അതിനാൽ എഴുന്നേൽക്കൂ. അതാണ് ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നത്. അലസതയും അകർമ്മണ്യതയും നപുംസകമുള്ളതാണ്, അവയെ നീ കൈക്കൊള്ളരുത്. ബലഹീനതകളെ വലിച്ചെറിഞ്ഞ് ജീവിത യുദ്ധത്തിന് തയ്യാറാകൂ. ലോകത്തെ കീഴ്മേൽ മറിക്കാനുള്ള ശക്തി നിന്നിലുണ്ട്, അതിനെ വിളിച്ചുണർത്തൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ധർമ്മയുദ്ധത്തെക്കാളും ശ്രേയസ്കരമായി മറ്റൊന്നില്ല. അതിൽ മരണം സംഭവിച്ചാലും നന്മയാണ്. ധർമ്മം സമരം ഏറ്റെടുക്കുന്നവൻ ഭൂമിയുടെ സർവാധിപത്യം നേടുന്നു. കർത്തവ്യത്തിൽ നിന്നും പിന്തിരിയുന്നവൻ എല്ലാം നഷ്ടപ്പെടുത്തുന്നു. അതിനാൽ എഴുന്നേൽക്കൂ, ഉത്തിഷ്ഠ. പ്രവർത്തിക്കാൻ തയ്യാറാകാത്ത വ്യക്തിയും സമൂഹം സ്വയം ആപത്ത് ക്ഷണിച്ചു വരുത്തുന്നു. അതിനാൽ എഴുന്നേൽക്കൂ, ഉത്തിഷ്ഠ. സമൃദ്ധമായ രാജസ്വങ്ങൾ അനുഭവിക്കാൻ വേണ്ടി, അനശ്വരമായി യശസ് നേടാൻ വേണ്ടി, ക്ഷേമവും ഐശ്വര്യവും നിനക്കുള്ളതാണ്. അതിനാൽ നിങ്ങൾ പോകുന്ന കർമ്മപദത്തിൽ അതായത് നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതിൽ മരണം സംഭവിച്ചാലും നന്മയാണ്. അതിനാൽ മെഡിറ്റേഷൻ, യോഗ, എക്സസൈസ്, നമ്മുടെ നാഡി ഞരമ്പുകളേക്ക് ഉത്തേജനം കൊടുക്കാൻ വേണ്ടിയിട്ട് 14 ജില്ലത്തെ അമ്പലത്തിൽ പോയൊന്നും ഇത് കിട്ടത്തില്ല. അതാണ് യൂണിവേഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ മാറ്റം വരും. കാരണം ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരു ഉപാസകനാണ്, ചോറ്റാനിക്കര ദുർഗ ഉപാസകനും കൂടിയാണ്. പക്ഷേ വിഗ്രഹങ്ങളിലോ ഫോട്ടോകളിലോ അല്ല ദൈവരിക്കുന്നത്, പ്രപഞ്ചശക്തി. കാരണം ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, സൂര്യചന്ദ്രന്മാരില്ലെങ്കിൽ ഈ പ്രകൃതിയില്ല, ഈ ലോകമില്ല, ഈ എന്താ പറയുക, പക്ഷി മൃഗാദികളില്ല. ഈ നമ്മൾ നിൽക്കുന്ന മണ്ണ് എന്ന് പറയുന്നത് ഈ സൂര്യൻ, അതായത് നമുക്ക് വെട്ടം തരുന്ന ആ സൂര്യദേവൻ, അവരെ ആരാധിക്കുക. യൂണിവേഴ്സിനെ നിങ്ങൾ വിശ്വസിക്കുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അവിടെ എത്ര പൊട്ടക്കുയിൽ കിടക്കുന്നവനായാലും ഒരു കച്ചിത്തുരുമ്പുണ്ടെങ്കിൽ കയറി വരാൻ പറ്റും. 100% ഉറപ്പോട് കൂടിയിട്ടാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പലയിൽ കണ്ട പോലെ ഈ കർക്കിടകം ലഗ്നത്തിൻ്റെ പൊതുവായ ഫലങ്ങൾ. അപ്പോൾ അതിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ കർക്കിടക ലഗ്നത്തിൻ്റെ കുറിച്ച് പറയുമ്പോൾ ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങളെ ആദ്യം നോക്കാം. നമ്മൾ മേടം രാശിയിൽ പറഞ്ഞു, മിഥുന രാശിയിലെ നക്ഷത്ര പാദങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് ഇനി ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് പുണർദം ലാസ്റ്റ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ 10 ഡിഗ്രി ആയിരുന്നു. 10 ഡിഗ്രി, ഒരു ഡിഗ്രി എന്ന് പറഞ്ഞത് 3 ഡിഗ്രി 20 മിനിറ്റ് ആണ്. അപ്പോൾ 10 ഡിഗ്രി ആയിക്കഴിഞ്ഞപ്പോൾ 3 പാദം ഇവിടെ പുണർദം നക്ഷത്രം തീർന്നു. ഇനി പുണർദം ഒരു പാദം, അതായത് 3 ഡിഗ്രി 20 മിനിറ്റ് ഈ കർക്കിടക ലഗ്നമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് ബന്ധപ്പെടുന്ന നക്ഷത്രം പൂയമാണ്. പൂയം 13 ഡിഗ്രി 20 മിനിറ്റ് 4 പാദം. ആയില്യം
13 ഡിഗ്രി 20 മിനിറ്റ് 4 പാദം. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ 13 ഡിഗ്രി 20 മിനിറ്റ് 13 ഡിഗ്രി 20 മിനിറ്റ് 3 ഡിഗ്രി 20 മിനിറ്റ്. ഇത് കൂട്ടുമ്പോൾ നമുക്ക് ഉത്തരം 30 കിട്ടണം. നോക്കൂ, 2 13 2 4 60 ഇവിടെ വന്നു. അപ്പോൾ 60 നമുക്ക് വേണ്ട, കാരണം ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 0 വരും. ഇവിടെ 0 വന്നു, കാരണം 60 ഇങ്ങോട്ടേക്ക് എടുത്തല്ലോ നമ്മൾ. അപ്പോൾ 13 13 26 26 3 29. ഈ 60 ഇങ്ങോട്ട് എടുത്തപ്പോൾ 30 ഡിഗ്രി. അതായത് 1-ാം പാദം 4-ാം പാദം 4 പാദം. അതായത് പുണർദം, കർക്കിടക രാശിയിൽ ബന്ധപ്പെടുന്ന പുണർദം 1-ാം പാദം, അതായത് പുണർദം 4 എന്ന് പറയണം. 3 ഡിഗ്രി 20 മിനിറ്റ്. ആയില്യം 4 പാദം ആ രാശിയിൽ ബന്ധപ്പെടുന്നുണ്ട്. പൂയം 4 പാദം അവിടെ ബന്ധപ്പെടുന്നു. ഇത് കൂട്ടുമ്പോൾ 9 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു രാശിയിൽ കിടക്കണ ഗ്രഹങ്ങൾ നമ്മുടെ നക്ഷത്രങ്ങൾ ഓരോ രാശിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കണക്ക്. അപ്പോൾ ഇതോടെ ഈ മേടം ഇടവം മിഥുനം കർക്കിടകം, ഈ കർക്കിടക രാശി 4 രാശിയിൽ 9 നക്ഷത്രങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞു. 9 നക്ഷത്രങ്ങളാണ്. അതായത് 1 2 3 4 ഇവിടെ 9 നക്ഷത്രം, 1 2 3 4 ഇവിടെ 9 നക്ഷത്രം, 1 2 3 4 അങ്ങനെ 4 അങ്ങനെ 3 7 27 നക്ഷത്രം ഈ മീൻ രാശിയിൽ വരുമ്പോൾ ഓരോ 4 രാശിയിൽ കർക്കിടക രാശിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പുണർദം പൂയം ആയില്യം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഈ രാശിയിൽ 9 നക്ഷത്രങ്ങൾ തീർന്നു കഴിഞ്ഞു. ഇനി അടുത്ത നക്ഷത്രം പറയുന്നത് മകം മുതൽ തുടങ്ങും. വൃശ്ചികമാകുമ്പോൾ അവിടെ തീരും. അത് കഴിഞ്ഞ് മീനം വരുമ്പോൾ രേവതി ആകുമ്പോൾ അങ്ങനെ തീരും. അങ്ങനെ 9 27 നക്ഷത്രമാണ് 12 രാശിയിലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഈ കർക്കിടക രാശിയിൽ ബന്ധപ്പെടുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാം നോക്കൂ. ഇവിടെ ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനാകുന്ന രാശി, ലഗ്നാധിപനായ ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാകുന്ന രാശി, അവിടെ ഒരു നക്ഷത്രം ബന്ധപ്പെട്ട് കഴിഞ്ഞു. കുജൻ 28 ഡിഗ്രിയിൽ നീചം ഭവിക്കണ രാശി കർക്കിടകം. അതേപോലെ തന്നെ വ്യാഴം ഉച്ചനാവുന്ന ക്ഷേത്രം, വ്യാഴം ഉച്ചനാവുന്ന ക്ഷേത്രം. അപ്പോൾ ഈ രാശിയുമായിട്ട് ബന്ധപ്പെടുന്നത് കുജൻ, അതായത് കുജൻ എന്ന് പറയുന്നത് 28 ഡിഗ്രിയിൽ നീചനാവുകയും ഗുരു ഉച്ചനാവുകയും ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനാകുകയും ചെയ്യുന്ന ഈ രാശിയിൽ 3 ഗ്രഹബന്ധങ്ങളാണ് ഈ രാശിയുമായിട്ട് വന്നിരിക്കുന്നത്. പുണർദം 1-ാം പാദം, പൂയം 13 ഡിഗ്രി 4 പാദം, ആയില്യം 4 പാദം ഈ രാശിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഈ രാശിയുടെ പൊതുവായിട്ടുള്ള ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി പറയാനുള്ളത്. നക്ഷത്രവും ഈ ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങളും. അപ്പോൾ ഇവിടെ ലഗ്നാധിപൻ ഉച്ചനാകുന്നത് എവിടെയാണ്? ഈ ലഗ്നാധിപൻ ഉച്ചനാകുന്ന ഒരു സ്ത്രീ രാശിയിൽ, അത് വൈശ്യരാശിയിൽ ഇടവൻ ലഗ്നത്തിൽ ചന്ദ്രൻ ഇവിടെയാണ് ഉച്ചനാകുന്നത്. ഈ രാശിയിൽ ചന്ദ്രൻ ഉച്ചനാകുന്നത്, അതായത് കർക്കിടക ലഗ്നത്തിന്റെ അധിപനായ ഭവനാധിപൻ ഉച്ചനാകുന്നത് ഇടവൻ രാശിയിൽ ആണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അപ്പൊ ഇത്രയുമാണ് കാര്യങ്ങൾ. അതേപോലെ തന്നെ ലഗ്നാധിപൻ നീചനാകുന്ന രാശി എന്ന് പറയുന്നത് വൃശ്ചികമാണ്. ഇവിടെ ചന്ദ്രൻ നീചനാകുന്നത്, നീചം ഭവിക്കുന്നത് ലഗ്നാധിപൻ ഉച്ചനാണ് ഇടവൻ രാശി. ആ ഉച്ചക്ഷേത്രത്തിന്റെ നേരെ ഒന്ന് മനസ്സിലാക്കുക, ഏത് രാശിയാണോ ഗ്രഹം ഉച്ചനാകുന്നത് അതിൻ്റെ 7ാമത്തെ രാശി ആയിരിക്കും ഈ ഗ്രഹങ്ങളുടെ നീചരാശികൾ. ഇവിടെ ഉച്ചനാകുമ്പോൾ ഈ ചന്ദ്രന്റെ രാശി ചന്ദ്രന്റെ 7 എന്ന് പറഞ്ഞത് വൃശ്ചികമാണ്. ആ വൃശ്ചികത്തിലായിരിക്കും ചന്ദ്രൻ ഈ നീചനാവുന്നത്. അപ്പോൾ ഇവിടെ ഈ ഉച്ചനാകുകയും അതിൻ്റെ 7ാം രാശി നീചനാകുകയും ഇവിടെ കുജൻ നീചനാകുകയും ഗുരു ഉച്ചക്ഷേത്ര ബലവാനാകുകയും ലഗ്നാധിപൻ ചന്ദ്രനുമാകുകയും ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് ലഗ്നത്തിലേക്ക് കടക്കാം. ഈ ലഗ്നത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കർക്കിടക പരിപൂർണമായിട്ടും നമ്മുടെ ഒരു ഗ്രഹങ്ങളെ രാജകുടുംബമായിട്ട് കാണുമ്പോൾ ഗ്രഹങ്ങളിൽ രാജ്ഞിയാണ് ഈ ചന്ദ്രൻ. അതുമാത്രമല്ല പരിപൂർണമായിട്ടും നമ്മുടെ സ്ത്രീ ഗ്രഹമാണ്. ആ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ
ത്രൈണത ഉണ്ടാകും, പരിപൂർണമായിട്ടും ത്രൈണത ഉണ്ടാകും എന്നുള്ളതും കൂടിയാണ്. അതേപോലത്തെ ചന്ദ്രൻ വൈശ്യഗണത്തിൽപ്പെട്ട ഒരു ഗ്രഹമാണ്. അതേപോലെ തന്നെ ബിസിനസിന്റെ കാരകത്വം ഈ ചന്ദ്രനുണ്ട്. ഈ ചന്ദ്രനെ കൊണ്ടൊക്കെ പറയണ ഈ ലഗ്നത്തിൽ പൊതുവായിട്ട് പറയണ കാര്യങ്ങൾ എന്ന് പറയണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചന്ദ്രനൊക്കെ ലഗ്നാധിപനൊക്കെ രണ്ടാം ഭാവമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ടീച്ചിങ് മേഖലയൊക്കെ നമുക്ക് നല്ല ടീച്ചിങ് മേഖല അങ്ങനെ അതായത് ഹൈ ലെവൽ കോളേജ് ലെവൽ ഹൈ ലെവൽ പ്രൊഫസർ അങ്ങനെ ഉള്ള മേഖലയിലൊക്കെ നല്ല പ്രാവീണ്യം കൊടുക്കുന്ന ഒരു രാശിയാണ് ഈ ലഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല പരിപൂർണമായിട്ട് നല്ല ശുഭത്വമുള്ള ഒരു രാശി തന്നെയാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഈ ലഗ്നത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ലഗ്നത്തിന്റെ ഈ ജനിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ ധനികനാകുമെന്നാണ് പറയുന്നത്. അത് എല്ലാവർക്കും ആവുന്നില്ല. ഈ ലഗ്നാധിപൻ 10ാം ഭാവമായിട്ടൊക്കെ അതായത് മേടലഗ്നത്തിന്റെ 10ാം ഭാവമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് കർമ്മഭാവം പുഷ്ടിമ 2ാം ഭാവം കൊണ്ടാണ് വിദ്യ ചിന്തിപ്പിക്കുന്നത്. രണ്ടാം ഭാവം വിദ്യ സൂചിപ്പിക്കും. അത്യുന്നതമായ വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു മേഖല തന്നെയാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് പറയുന്നത് ധാരാളം പുത്രന്മാർ ഉണ്ടായിരിക്കും. പക്ഷേ പിന്നെ ഈ ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ അത് സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ അല്ലാത്ത പക്ഷം നിന്ന് കഴിഞ്ഞാൽ അവിടെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഇല്ലെങ്കിൽ അംഗവൈകല്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇവിടെ നോക്കൂ, ലഗ്നത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി വന്നോ, ഇവിടെ അതുകൊണ്ടാണ് അംഗവൈകല്യ സാധ്യത പറഞ്ഞത്. ഇവിടെ നോക്കുമ്പോൾ ഈ ശനി മേടം നമ്മുടെ കുംഭൻ രാശിയുടെയും മകരൻ രാശിൻ്റെയും അധിപനാണ്. നേരെ ഇവിടെ നിൽക്കുമ്പോൾ ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. കുജൻ ഒരു പാവനാണ്. അപ്പോൾ കുജനും ഈ ലഗ്നത്തിലേക്ക് ദൃഷ്ടി വരുമ്പോൾ ചന്ദ്രൻ ബലമില്ലാതെ ഏതെങ്കിലും സ്ഥാനത്തൊക്കെ നിൽക്കുമ്പോൾ അതായത് ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ അല്ലാത്ത പക്ഷം നിൽക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ അംഗവൈകല്യം വരെ ഉണ്ടാകാൻ സാധ്യതയാണ് പറയുന്നത് ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ. അതുമാത്രമല്ല ലഗ്നാധിപൻ ചന്ദ്രൻ ഏത് ഗ്രഹമായിട്ട് അതായത് യോഗം ചെയ്യുമ്പോൾ സമാഗം ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ കാരണം എന്താ പറയുക ഈ ചന്ദ്രൻ ഈ വ്യാഴം ഉച്ചനാകുകയും ഇവിടെ പാവഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ സാധ്യത പറയുന്നുണ്ട്. പിന്നെ ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ കീർത്തിമാനായിരിക്കുമ്പോഴല്ല സുഖമുള്ളവൻ, അതായത് മനക്കാരകനാണ്. ആ മനക്കാരകൻ 4ാം ഭാവ 4 കൊണ്ടാണ് നമ്മുടെ ഒരു ഇതെല്ലാം ചിന്തിക്കുന്ന 4 കൊണ്ട്, സ്വസ്ഥതയൊക്കെ ചിന്തിക്കുന്ന 4 കൊണ്ടാണ്, വീട് വാഹനം ഇത്യാദി കാര്യങ്ങൾ ചിന്തിക്കുന്ന 4ആണ്. അപ്പോൾ ചന്ദ്രനൊക്കെ രാശികളിൽ എവിടെയെങ്കിലും ബന്ധപ്പെടുന്ന സമയത്ത് 4ലൊക്കെ ലഗ്നത്തിലൊക്കെ ബന്ധപ്പെടില്ല. കർക്കിടക ലഗ്നം ഉച്ചക്ഷേത്രത്തിലൊക്കെ ബന്ധപ്പെടുമ്പോഴൊക്കെ കർമ്മഭാവത്തിലൊക്കെ ബന്ധപ്പെടുമ്പോൾ അത്യുന്നതമായ വിദ്യാഭ്യാസത്തോടു കൂടിയും സുഖഭോഗങ്ങളും സൗഭാഗ്യങ്ങളും ഉള്ള ഒരു വ്യക്തി, അതായത് അത് നമുക്ക് കീർത്തിപരമായിട്ട് മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു പരിപൂർണമായ സ്ത്രീ ഗ്രഹമാണ് എന്നുള്ളതും കൂടിയാണ് പൊതുവായിട്ട് പറയുന്നുണ്ട്. ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പൊക്കക്കുറവുണ്ടാകാം. കാരണം ശനിയുടെ ദൃഷ്ടി, അതേപോലെ തന്നെ ചന്ദ്രനൊക്കെ ലഗ്നത്തിൽ ബന്ധപ്പെടുമ്പോൾ ശനിയും കുജനൊക്കെ ലഗ്നത്തിൽ ബന്ധപ്പെടുമ്പോൾ ബാല്യത്തിൽ രോഗപീഠലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശനി ഏത് ഗ്രഹത്തിലായാലും ഉള്ളത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ലഗ്നം കൊണ്ട് ചിന്തിക്കുമ്പോൾ മാതാവിനോട് ഇഷ്ടം തോന്നുന്ന ഒരാളായിരിക്കും. കാരണം 4ാം ഭാവാധിപൻ ശുക്രനാണ്, പരിപൂർണ ശുഭഗ്രഹമാണ്. അപ്പോൾ 4ാം ഭാവത്തിൽ മാതാവുമായിട്ടൊക്കെ നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ, മാതാവുമായിട്ട് നല്ല ഇഷ്ടമായിട്ടുള്ള മുന്നോട്ട് പോകുന്നൊരു വ്യക്തിത്വം ഈ കർക്കിടക ലഗ്നത്തിൻ്റെ പൊതുവായിട്ട് പറയുന്നത് വെച്ചാൽ നല്ല ത്രൈണതയുള്ള വ്യക്തി ആയിരിക്കും. ജീവിതത്തിൽ സുഖദുഃഖങ്ങൾക്കും ഒരു എന്താ പറയുക ഗുണദോഷ സമ്മിശ്രമായി പരിപൂർണ്ണ ശുഭഗ്രഹമാണ്. അപ്പോൾ ടീച്ചിങ് മേഖല, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടൊക്കെ കർമ്മഭാവത്തൊക്കെ ലഗ്നാദി ബന്ധപ്പെടുമ്പോൾ കർമ്മഭാവമൊക്കെ നല്ല പുഷ്ടി വരുത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയുക ഈ ലഗ്നാധിപൻ്റെ രാശി തന്നെയാണ് ഉച്ചനാകുന്നത്. അവിടെ വ്യാഴം ധനത്തിൻ്റെ കാരകനാണ്. അവിടെ ലഗ്നാധിപനൊക്കെ അവിടെ കർക്കിടക രാശിയിലൊക്കെ ഉച്ചനാകുമ്പോൾ നല്ല ഒരു ജീവിതയാത്രയോട് നല്ല ക്ലേശകരമില്ല മുന്നോട്ട് പോകുന്ന ഒരു കാര്യത്തായിരിക്കണം. കാരണം 2ാം ഭാവത്തിലൊക്കെ ചന്ദ്രൻ നിൽക്കുമ്പോൾ ദേഹത്തിന്, അതായത് ലഗ്നഭാവങ്ങൾ, ഈ ലഗ്നത്തിലൊക്കെ ചന്ദ്രൻ ചിന്തിക്കുന്ന സമയത്ത് എന്താ പറയുന്നത് അതായത് നമ്മളെ ശരീരത്തെ സൂചിപ്പിക്കുന്നതാണ്, സ്വസ്ഥത സൂചിപ്പിക്കുന്നതാണ്. അതിൻ്റെ സ്വസ്ഥതയൊക്കെ ചിന്തിക്കുന്നത് കാരകൻ ചന്ദ്രനാണ്. അതേപോലെ തന്നെ നമ്മുടെ 2ാം ഭാവം കൊണ്ട് സ്ഥിതി, ശ്രേയസ്, ഈ 2 കൊണ്ട് ചിന്തിക്കും.
രണ്ട് കൊണ്ടല്ല, ലഗ്നത്തിൽ ചിന്തിക്കണം. അതായത് നമ്മുടെ ഒരു ലഗ്നത്തിൽ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ദേഹത്തിൻ്റെ കാരകത്വം ചന്ദ്രനുണ്ട് എന്നാണ് പറയുന്നത്. സ്വസ്ഥതയുടെ കാരകത്വം ചന്ദ്രനുണ്ട് എന്ന് പറയുന്നത് ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ സ്ഥിതി ശ്രേയസ്, അതായത് രവിക്കാണ്. അതാണ് പറയുന്നത് ഓരോ കാര്യങ്ങൾ, ഒരു ലഗ്നത്തിൽ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അതിന് പല കാരകത്തന്മാരുണ്ട് അല്ലെങ്കിൽ കാരകന്മാരുണ്ട്. അവരെ അടിസ്ഥാനം നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ യശസ്സിൻ്റെയും അതുപോലെ ശ്രേയസിൻ്റെയും സ്ഥിതിയുടെയും ഒക്കെ കാരകൻ ഈ ലഗ്നത്തിൽ കൊണ്ടാണ് ചിന്തിക്കുന്നത്. അതിനൊക്കെ ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ രവിയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. സൗഖ്യങ്ങളും എല്ലാ സുഖങ്ങളും അതേപോലെ തന്നെ ജയത്തിൻ്റെ കാരകനും അതുപോലെ തന്നെ ഈ നമ്മൾ പറയല്ലേ വ്യാഴം എന്ന് ഈ 2ാം ഭാവം കൊണ്ടാണ് വിദ്യ, വാക്ക്, ധനം ചിന്തിക്കുന്നത്. 2ാം ഭാവാധിപൻ 10ഉമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ 2ാം ഭാവാധി 10ഉമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ സർക്കാരിൻ്റെ ജോലി, വിദ്യാഭ്യാസം, അതേപോലെ കരിയർ, എന്താ പറയുക, അതായത് നമ്മൾ പറയാറില്ലേ എന്താ പറയുക, ജയത്തിൻ്റെ കാരകനാണ് ഈ 2ാം ഭാവാധിപൻ. അപ്പോൾ ഈ 2ാം ഭാവം കൊണ്ടൊക്കെ ഈ വിദ്യ, വാക്ക് ചിന്തിക്കുമ്പോൾ ഈ നല്ല പ്രൗഢിയോട് കൂടിയിട്ട് ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നല്ല പ്രൗഢിയോട് കൂട്ടിയിട്ട് നല്ല മുന്നേറ്റം ഉണ്ടാകുന്ന ഒരാളായിരിക്കും എന്നുള്ളതും കൂടി പറയുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ 2ാം ഭാവം കൊണ്ടൊക്കെ ചിന്തിക്കുന്ന സമയത്ത് എന്താ പറയണത്, ഈ ലഗ്നാധിപനൊക്കെ 2ാം ഭാവത്തിലൊക്കെ നിൽക്കുമ്പോൾ പറയണത് എന്താ, കുടുംബം, അതായത് കുടുംബത്തെ ചിന്തിക്കുന്ന ചന്ദ്രനാണ്. ശുക്രനും ചന്ദ്രനുമാണ് കുടുംബത്തെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ധനത്തിൻ്റെ 2ാം ഭാവം കൊണ്ട് ധനം ചിന്തിക്കുന്നത് അതിൻ്റെ ആ അധിപൻ വ്യാഴമാണ്. ആ വ്യാഴമൊക്കെ രണ്ടുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നല്ല വിദ്യാഭ്യാസ സമ്പന്നമായിട്ടുള്ള ജോലിയൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് പൊതുവായിട്ട് വെളുത്ത നിറം ആയിരിക്കും. വെളുത്ത നിറം ശരീരശേഷിയും ഭവിക്കും. വെളുത്ത നിറമായിരിക്കും, ശേഷി മറ്റേ ഒരു ശോഭയുള്ള വ്യക്തിയായിരിക്കും ഞാൻ പൊതുവായിട്ട് പറയണത്. അതേപോലെ തന്നെ എല്ലാ ഇഷ്ടകാര്യങ്ങൾക്ക്, കാരണം ചരരാശിയാണ്. അതായത് മേടം ചരരാശി, ഇടവം സ്ഥിരരാശി, അതേപോലെ തന്നെ ഉഭയരാശി മിഥുനം, കർക്കിടക രാശി പരിപൂർണമായിട്ട് കർക്കിടക രാശി ചരരാശിയാണ്. ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ സഞ്ചാരപ്രിയനായിരിക്കും. അതേപോലെ തന്നെ കൃഷി അങ്ങനെയുള്ള കൃഷി കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗോക്കൾ, വീട്ടിൽ വളർത്തു മൃഗങ്ങളോട് സ്നേഹമുള്ള വ്യക്തിയായിരിക്കും. സഞ്ചാരപ്രിയനായതുകൊണ്ട് എപ്പോഴും മാറ്റങ്ങൾ ജീവിതത്തിൽ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കാം സ്ഥിതിയാണ്. സ്ഥിരരാശി ആകുമ്പോൾ എപ്പോഴും സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യണത്. എപ്പോഴും സ്ഥിരത നിർത്തിയേക്കും. ഇവരെപ്പോഴും മാറ്റങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും സൗഭാഗ്യനായിരിക്കും. വിജയം ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് പൊതുവായ ഫലങ്ങളാണ്. ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതേകൊണ്ടാണ് പറയുന്നത് പരിപൂർണമായിട്ട് സ്ത്രീ ഗ്രഹമാണ്. എല്ലാത്തിനും ഒരു ത്രൈണതയുണ്ടാകും. സംസാരത്തിനായാലും അതുപോലെ നല്ല ഒരു എന്താ പറയുക, എല്ലാ ഗുരുജനങ്ങളോട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തി, എപ്പോഴും നല്ല ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അത് പറയുന്നത് ഗുരുജനങ്ങളിൽ, അതായത് നമ്മളുടെ പണ്ടത്തെ ഈ പഠിപ്പിച്ച ഗുരുനാഥന്മാരോടും മാതാപിതാക്കളോടും ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ടായിരിക്കും ഇവർ കാണുന്നത് എന്ന് പറയണത്. അസാധ്യ ബുദ്ധിയായിരിക്കും. പിത്തപ്രകൃതിയും അസാധ്യ ബുദ്ധിയും ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ, അതായത് ഞാൻ പറയില്ല, ചന്ദ്രനാണ്, ശുഭഗ്രഹമാണ്, ത്രൈണതയുടെ ഗ്രഹമാണ്. 5 കൊണ്ട് 1, 2, 3, 4 5 കൊണ്ട് ബുദ്ധിയെ ചിന്തിക്കും. 5ാം ഭാവ ബുദ്ധിയെ ചിന്തിക്കുന്നത് കാരകൻ ബുധനാണ്. കാരകനൊക്കെ ലഗ്നത്തിൻ്റെയോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. ശുഭസ്ഥലത്തൊക്കെ നിൽക്കുക. 5ാം ഭാവാധിപനും ഈ ബുധനും നമ്മുടെ എന്താ പറയുക, ഈ 5 കൊണ്ടാണ് ഈ ബുദ്ധിയെ ചിന്തിക്കുന്നത്. 5ാം ഭാവാധിപൻ കുജനാണ്. അതിൻ്റെ ഈ ബുദ്ധിയെ ചിന്തിക്കുന്ന കാരകൻ ബുധനാണ്. ബുധനും നമ്മൾ കുജനും ബന്ധപ്പെടുമ്പോൾ ബാഹുയോധ എന്നാണ്. അറിവിലൂടെ ബുദ്ധിയിലൂടെ കാര്യങ്ങൾ സാഹസിക പ്രവർത്തനങ്ങളിലൂടെ ഉപജീവനം നയിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് പറയുന്നത്. അതാണ് പറഞ്ഞത് വിദ്വാൻ. അവിടെ വ്യാഴത്തെ പോലെയും നമ്മുടെ മകരത്തെ വ്യാഴത്തെ പോലെയും വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും പാണ്ഡിത്യം പോലെ തന്നെ വിദ്വാനായിരിക്കും എന്നാണ് പറയുന്നത്. അവിടെയും വിദ്വാൻ, കാരണം ഒന്നും പറയാനില്ല, അവിടെ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വാനായിരിക്കും. ജീവിതത്തിൽ ക്ലേശകരങ്ങൾ കുറവായിരിക്കും. പക്ഷെ അതുകൊണ്ടായിട്ടില്ല, ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറയണു, നമ്മൾ ജനിച്ച ജീവിതയാത്രാനുഭവങ്ങളെപ്പോലെ ഇരിക്കും നമ്മുടെ ജീവിതയാത്രാനുഭവങ്ങൾ. എങ്ങനെയായിരിക്കണത് ഞാനാണ് തീരുമാനിക്കുന്നത്, ദൈവമല്ല. നമ്മൾ തീരുമാനിക്കണം. എൻ്റെ ജീവിതയാത്ര, എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതിലേക്ക്
ചേരണം, എനിക്ക് കരിയർ നല്ലപോലെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സൂചന നമുക്ക് ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത്. അത് എല്ലാവരോടും വിനയ സ്വഭാവം, എല്ലാവരോടും വിനയത്തോട് കൂടിയിട്ട് സംസാരിക്കുന്ന സ്വഭാവം. കാരണം പരിപൂർണ്ണ സ്ത്രീ ഗ്രഹമാണല്ലോ, അപ്പം സ്ത്രീയുടെ ഒരു ത്രൈണത അവിടെ ഉണ്ടാകും എന്നുള്ളതും കൂടിയാണ് പറയുന്നത്. ജലക്രീഡകളിൽ നിന്നും വരുമാനം, ജലക്രീഡകളിൽ ഉത്സാഹം, ജലസംബന്ധമായ അതിൽ ഉത്സാഹം, അതിലൂടെയുള്ള വരുമാനം, ജലത്തിൽ നിന്ന് വരുമാനം ഉണ്ടാകാം. അതേപോലെ തന്നെ ജലക്രീഡകളോട് താല്പര്യം കൂടും, അതിൽ ഉത്സാഹം ഉണ്ടാകും. ഇത്യാദി കാര്യം. പവിത്രത, ക്ഷമാശീലം, ഇഷ്ടാനുസരണമുള്ള ഭക്ഷണം, അതേപോലെ തന്നെ കാരണം ഭക്ഷണപ്രിയനാണ്. കാരണം ലഗ്നാധിപൻ ചന്ദ്രൻ ഭക്ഷണത്തിൻ്റെ കാര്യം, അത് ഇഷ്ടാന ഭോജനം എന്ന് പറയുന്നത്, ഇഷ്ടമുള്ള ഭോജനം ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ ലഗ്നാധിപനൊക്കെ നല്ല പവർഫുള്ളായിട്ട് രാശികളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇഷ്ടാന ഭോജനം, നമുക്ക് ഇഷ്ടപ്പെട്ട ഭോജനം നല്ല താല്പര്യത്തോടു കൂടി, തൃപ്തിയോടുകൂടി, വിനയത്തോടു കൂടി എല്ലാം ചെയ്ത് കഴിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഭയഭക്തി ബഹുമാനം എന്ന് നിലനിൽക്കുന്ന വ്യക്തിത്വമായിരിക്കും ഇവർ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവയോടൊപ്പം കുറച്ച് അഹങ്കാരം ഉണ്ടായിരിക്കും. കാരണം അഹങ്കാരം എന്ന് പറയുന്നത് ഈ ലഗ്നത്തിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നു, ലഗ്നത്തിലേക്ക് കുജൻ ദൃഷ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ കുംഭൻ രാശിയിൽ നിൽക്കുന്നു ശനി, കുംഭത്തിൽ നിന്ന് 2ലേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നു, അല്ലെങ്കിൽ ശനി കുജനും ഈ പറയണ എന്താ പറയുക കുജനും ഇവിടെ നിൽക്കുമ്പോൾ ഇതിൽ ലഗ്നത്തിലേക്ക് ദൃഷ്ടി വരുന്നു. അപ്പോൾ കുറച്ച് അഹങ്കാരം ഉണ്ടാക്കാം. പക്ഷെ അറിവുണ്ടല്ലോ, അറിവുള്ളവർക്ക് കുറച്ച് അഹന്തയാകാം, അവിടെ തെറ്റ് പറയാനില്ല. കാരണം ഈ വ്യാഴത്തെ പോലെ റോട്ടി കിടക്കുന്ന ആൾക്കാരൊന്നും ഈ വ്യാഴം ബഹുമാനിക്കില്ല, അതിനുള്ള പവർ അയാൾക്ക് ഉണ്ടായിരിക്കും. ഇതേപോലെ തന്നെ വിദ്വാനായിരിക്കും, അതേപോലെ അഹങ്കാരം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യങ്ങളും കൂടി ഇവിടെ ആചാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശത്രുക്കൾ, ഈ 6 കൊണ്ടാണ് ശത്രുക്കളെ ചിന്തിക്കുന്നത്. നോക്കൂ, 1 2 3 4 5 6 ഭാവം, 6 കൊണ്ട് ശത്രുക്കളെ ചിന്തിക്കുന്നു. പക്ഷെ 6ാം ഭാവാധിപൻ വ്യാഴമാണ്. ഈ 6ാം ഭാവത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ വേറെ പാവന്മാരുടെ ദൃഷ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കാരണം വെച്ചാൽ ഇവിടെ 6 കൊണ്ട് മറ്റേ ലഗ്നാധിപനൊക്കെ നീചത്തിൽ ശത്രുക്കൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കും, ശത്രുപരമായിട്ട്. പക്ഷെ ശത്രുക്കൾ എന്ന് പറഞ്ഞ് പേടിക്കേണ്ട, ഈ ജാതകത്തിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ശത്രുക്കളെ പീഡിതനാകും. സ്ത്രീ സന്താനങ്ങൾ, അതായത് പുരുഷ സന്താനങ്ങൾ കുറവായിരിക്കും, സ്ത്രീ സന്താനങ്ങൾ കൂടിയിരിക്കും എന്നാണ് ആചാര്യം പൊതുവായിട്ട് പറയണത്. പരദേശവാസം 7 നോക്കൂ, ലഗ്നത്തിന്റെ 7 എന്ന് പറയുന്നത് നമ്മുടെ മകരൻ രാശിയാണ്. ഈ മകരൻ രാശിന്റെ അധിപൻ ശനിയാണ്. ശനി എന്ന് പറയുന്നതും അതേപോലെ തന്നെ 12ാം ഭാവാധിപൻ ബുധനാണ്, 3ാം ഭാവാധിപൻ ബുധനാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടെ ഒരു കാര്യം പറയാണ്ട്, ഈ ശനിയും ബുധനും ഒരു പക്ഷിഗ്രഹമാണ്. അതാണ് സ്വന്തം സ്ഥലം വിട്ട് പരദേശത്ത് പോയിട്ട് അവിടെ ജീവിക്കാം, വിദ്യാഭ്യാസം കൊണ്ടായിട്ടും മാതാപിതാക്കളുമായിട്ട് പിരിഞ്ഞ് ജീവിക്കാനല്ല പറഞ്ഞത്. നമ്മൾ ജോലിക്ക് എടുത്തത് ഒരു പരദേശം, അത് പക്ഷിഗ്രഹമാണ്. 12ാം ഭാവാധിപന് 7ാം ഭാവാധിപൻ ശനി അവിടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വിദേശ സൂചനകളൊക്കെ തരുന്നൊരു വ്യക്തിയാണ്. ബുധനും ഒരു വിദേശ സൂചന, പരദേശത്ത് പോയിട്ടൊക്കെ ജോലി നേടി അതിൻ്റെ ഒരു ആ ധനം കൊണ്ട് ജീവിക്കുന്ന വ്യക്തി ആയിരിക്കും എന്നാണ് ആചാര്യം പൊതുവായിട്ട് ഇവിടെ പറയണത്. പിന്നെ ഭാഗ്യോദയം പറയുന്നുണ്ട്. ഇവിടെ 16 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ഇവർക്ക് ഭാഗ്യോദയമാണ്. ആചാര്യം പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയുക, കഴുത്ത് തടിച്ചിരിക്കുന്ന ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ കഴുത്ത് തടിച്ചിരിക്കുന്ന പൊതുവായിട്ട് പറയുന്നുണ്ട്. ജനങ്ങളുമായിട്ട്, അത് ഞാൻ പറഞ്ഞത് 1 2 3 4 കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് ഇഷ്ടജനങ്ങളുമായിട്ട് അവർ മുഖേന നമുക്ക് അതായത് നമ്മൾ പറയല്ലേ, ജനങ്ങളുമായിട്ട് നമുക്ക് വളരെ ഒരു സഹായം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നത്, അതായത് ഇഷ്ടബന്ധുക്കളും വളരെ ധനം ഉണ്ടായിരിക്കും. കാരണം ഈ കർക്കിടക ലഗ്നത്തിന്റെ 10 എന്ന് പറയുന്നത് ഇവിടെ 10ാം ഭാവത്തൊക്കെ ബന്ധപ്പെടുന്ന സമയത്തും ചിത്രമായ അവിടെയാണ് ഈ ലഗ്നാധിപൻ 4ാം ഭാവം. ഏത് രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ 4ാം ഭാവത്തിൽ ശുക്രനും ചന്ദ്രനും ദിഗ്ബലമുണ്ട്. അതുകൊണ്ടാണ് വളരെ ബന്ധുക്കളും ധനപരമായിട്ടും ക്ലേശകരമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് പിന്നെ പറയണു. അതായത് വിശിഷ്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കും. പ്രായേണ സന്താനങ്ങൾ കുറഞ്ഞിരിക്കും. അതായത് സ്ത്രീ സന്താനങ്ങൾ കൂടിയിരിക്കും, പുരുഷ സന്താനങ്ങൾ കുറവ് ഉള്ള ആളായിരിക്കും ഈ പറയുന്ന പൊതുവായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു വശം ചരിഞ്ഞ് വേഗത്തിൽ നടക്കുന്ന പ്രകൃതി അംഗലക്ഷണങ്ങളിൽ ചെരിഞ്ഞ് നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ പറയും ഇടവൽ ലഗ്നത്തിൻ്റെ അതേ പദം തന്നെയാണ്. ചെരിഞ്ഞ് നടക്കുക എന്ന് പറയുന്നത് നിങ്ങൾ അംഗലക്ഷണമായിട്ട് കാണരുത്. കാരണം നമ്മുടെ ഒരു കുടുംബത്തിലെ സകലമാന ഭാരങ്ങൾ
ഭാരങ്ങളിൽ ചുമലേറ്റി നടക്കും എന്നുള്ള അതിൻ്റെ ഒരു ചരിവ് അവർക്ക് ഉണ്ടായിരിക്കുമെന്നാണ് അംഗലക്ഷണമായിട്ട്. അങ്ങനെ എല്ലാവരും ഈ കർക്കിടക ലഗ്നം ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചെരിഞ്ഞ് നടക്കണം അങ്ങനെയല്ല പറയേണ്ടത്. അത് നമ്മൾ ഇടവ ലഗ്നത്തിൻ്റെ അതേ സ്വഭാവം കർക്കിടകത്തിനുണ്ട്. ഒരു കുടുംബത്തിലെ സകലമാന ഭാരങ്ങൾ കാളയെ പോലെ കൂനുപോലെ ചുമലിലേറ്റി നടക്കുന്നു പറഞ്ഞ പോലെ ആ കുടുംബത്തിൻ്റെ സകലമാന ഭാരങ്ങളും ചുമലിലേറ്റി നടന്ന് ആ വെയിറ്റ് താങ്ങാതെ ചെരിഞ്ഞ് നടക്കാനുള്ള പ്രാപ്തി അയാൾക്ക് ഉണ്ടായിരിക്കുമെന്നുള്ള അതും കൂടി അങ്ങനെ മനസ്സിലാക്കിയെടുക്കുക. അംഗലക്ഷണമായിട്ട് എടുക്കാൻ നിൽക്കരുത് എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത്. വേഗത്തിൽ വേഗത്തിൽ സ്പീഡായിട്ട് നടക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും. നല്ലപോലെ സംഭാഷണം ചെയ്യുന്ന ഒരു വ്യക്തി, ദേവതയും അതിഥികളെയും വീട്ടിൽ നമ്മുടെ കുടുംബക്കാരെയും ദേവന്മാരെയും അതിഥികളെയും നല്ല വിനയപൂർവ്വം നമ്മുടെ അവരെ വിനയപൂർവ്വം കാണുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ അത് മാത്രമല്ല ഇവിടെ നിത്യ സ്ത്രീകളുമായിട്ട് താല്പര്യം കാണിക്കും എന്നുള്ളതും കൂടി. കാരണം ഇവിടെ ചന്ദ്രനും ഇവിടെ അത് ശുക്രനും ഈ പറയുന്നത് നിൽക്കുന്ന രാശിയിൽ നിന്ന് ഇവിടെ എന്താ പറയുക ചന്ദ്രനും ഇവിടെ ശനി ദൃഷ്ടി വരുന്നുണ്ട്, കുജന്റെ ദൃഷ്ടി വരുന്നുണ്ട്. അതേപോലെ ചന്ദ്രനും കുജനും ബന്ധപ്പെടുമ്പോൾ ശനി കുജ ബന്ധപ്പെടുമ്പോഴും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന നിന്ദിത സ്ത്രീകളുമായിട്ട് എന്ന് പറയുന്നത് നിന്ദിത സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതും കൂടി മനസ്സിലാക്കുക. ഈ നമ്മുടെ ഈ ഇപ്പോഴത്തുള്ള കാലഘട്ടങ്ങളിൽ നിന്ദിത സ്ത്രീ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ മറ്റ് നിങ്ങൾ സാധാരണ ചിന്തിച്ചാൽ മതി, അതല്ല മറ്റ് പരിസ്ഥിതി ബന്ധമല്ല, ആരാരും നോക്കാത്ത വൃദ്ധജനങ്ങൾ, വയസ്സായ വൃദ്ധജനങ്ങളെ, അതായത് നമ്മൾ പറയല്ലേ ഒരുപാട് അച്ഛനും അമ്മയും നോക്കാതെ മറ്റേ വഴിയിൽ കിടക്കുന്ന ആൾക്കാരെയൊക്കെ അവരെ അതാണ് നിന്ദിത. ആരും നിന്ദിത എന്ന് പറഞ്ഞു വെച്ചാൽ ഉപേക്ഷിക്കപ്പെട്ടവരെ, ആരും ഏറ്റെടുക്കാനില്ലാത്തവരെ അവർ ഏറ്റെടുത്ത് അവരെ സംരക്ഷണം കൊടുക്കുന്ന വ്യക്തിയായിരിക്കും. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും കർക്കിടക ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പരസ്ത്രീ ബന്ധം നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കുക. ഇവിടെയൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ ജ്യോതിഷികൾ പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. കാരണം ഒരു നമ്മളൊരു ബുക്ക് നോക്കുമ്പോൾ അത് ശാസ്ത്രീയമായിട്ട് പഠിക്കണം, അതിൻ്റെ പിന്നാമ്പുറം പഠിക്കണം, അത് കറക്റ്റാണോ എന്നുള്ള അതിനൊരു നല്ല ഉത്തമമായ ഗുരുനാഥനെടുത്ത് പോയിട്ട് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ബുക്ക് വാങ്ങിയിട്ട് അതേപടി പറയുകയാണെങ്കിൽ അങ്ങനെ എല്ലാവരും ചിന്തിക്കുകയുള്ളൂ, അത് തെറ്റാണ് എന്നുള്ളത് പറയും. അതാണ് പറയുന്നത്, ആരാരും നോക്കാത്തുള്ള വൃദ്ധജനങ്ങളെയും ആരെയായാലും അവർ ഏറ്റെടുത്ത് സംരക്ഷണം ചെയ്യുന്ന അതാണ് നിന്ദിത സ്ത്രീകൾ എന്ന് പറയുന്നത്. ആരാരും ഇല്ലാത്ത അവിടെ പരസ്ത്രീ ബന്ധം ഒരിക്കലും വിചാരിക്കരുത്. അതേപോലെ തന്നെ എല്ലാ സുഖഭോഗങ്ങളും ദ്രവ്യങ്ങളുടെ ലാഭവും എന്നിവ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ വെളുപ്പ് നിറം, ശരീരശേഷിയും ഭവിക്കും, നയനശാലിയാകും, ഇഷ്ടകാര്യങ്ങൾ സാധിക്കും, സൗഭാഗ്യവാനും, രതിക്രീഡകളിൽ താല്പര്യനുമാകും, ഗുരുജനങ്ങളിൽ വാത്സല്യമുണ്ടാകും, പിതൃപ്രകൃതിയും ബുദ്ധിമാനും വിദ്വാനും ധർമാത്മവുമാകും, ഉദരശീലനും സമ്പന്നനും വിനയനുമാകും, ജലക്രീഡയിൽ ഉത്സാഹനും, പവിത്രത എപ്പോഴും ഉണ്ടായിരിക്കും, ക്ഷമാശീലം, അനുസരണമുള്ള ഭക്ഷണം, അതേപോലെ തന്നെ ഇവയോടൊപ്പം കുടിതലയും അഹങ്കാരവും ഭവിക്കും, അതായത് മിത്രങ്ങളെ ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, ശത്രുക്കളാൽ പീഡിതനാകും, സ്ത്രീ സന്താനങ്ങൾ കൂടുതലായിരിക്കും, അതുപോലെ തൻ്റെ ജന്മസ്ഥലം വിട്ട് ദൂരദേശത്ത് ജീവിക്കുവാൻ സംഗതി വരും. ജാതകന്റെ ഭാഗ്യോദയം എന്ന് പറയുന്നത് 16 വയസ്സ് മുതൽ 27 വയസ്സിലാണ് പൊതുവായിട്ട് പറയുന്നത്. പല ഗ്രന്ഥങ്ങളിലും പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നതും കൂടി മനസ്സിലാക്കുക. അതുപോലെ ഗ്രസ്യ ശരീരനായിരിക്കും, കഴുത്ത് തടിച്ചിരിക്കും, ഇഷ്ടബന്ധുക്കളും വളരെ അന്യഗ്രഹ ധനങ്ങൾ ലഭിക്കും, ധർമ്മജ്ഞാനം സിദ്ധിക്കും, മൃഷ്ടാനമുക്തി എന്നാണ് പറയുന്നത്, മൃഷ്ടാനമുക്തി ഭവിക്കും, വിശിഷ്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കും. അതേപോലെ പ്രായേണ സന്താനങ്ങൾ കുറഞ്ഞിരിക്കും, പുത്രിമാർ കൂടുതലായിരിക്കും. ഒരു വശം ഞാൻ പറഞ്ഞ പോലെ ഒരു വശം തളർന്നല്ല, ജീവിതത്തിലെ ക്ലേശങ്ങൾ ഒരു വശത്ത് ചുമലിലേറ്റി അത് ഏറ്റി നടക്കേണ്ട ഒരു ഇതുണ്ടാകും എന്നാണ് പറയുന്നത്. അത് അതിഥികളെയും ഉത്തമജനങ്ങളെയും പൂജിക്കും, ഗുഹ്യരോഗം ഭവിക്കും, നിന്ദിത അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതായിരിക്കും. ജലക്രീഡകളിലും ദ്രവ്യങ്ങളുടെ ലാഭം ഉണ്ടായിരിക്കും, സുഖഭോഗങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് ഈ ആചാര്യൻ ഈ കർക്കിടക ലഗ്നത്തിൽ ജനിച്ചാലുള്ള പറയുന്നത്. കാരണം 12
12 3 ഭാവാധിപൻ ബുധനാണ്. അതേപോലെ തന്നെ രണ്ടാം ഭാവാധിപൻ വ്യാഴമാണ്. 11 4 ഭാവാധിപൻ ശുക്രനാണ്. അതേപോലെ തന്നെ കർമാധിപനും ഈ പറയണത് നമ്മുടെ 5ാം ഭാവാധിപനും അതായത് ഈ ഇടവൻ ലഗ്നക്കാരൻ കർക്കിടക ലഗ്നക്കാരൻ്റെ യോഗ കാരകനാണ് കുജൻ. നല്ല ഫലങ്ങളായിരിക്കും കൊടുക്കുന്നത്. അതേപോലെ തന്നെ ലഗ്നത്തിൻ്റെ 6ാം ഭാവാധിപനും 9ാം ഭാവാധിപനും അതായത് ഭാഗ്യസ്ഥാനത്തിൻ്റെ രോഗസ്ഥാനത്തിൻ്റെ അധിപനും. അതുകൊണ്ടാണ് രോഗം പീഡിതൻ ആയിരിക്കും, കാരണം രോഗസ്ഥാനത്തിൻ്റെ അധിപനും കൂടിയാണ് വ്യാഴം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. രോഗം പിടിപെടാൻ, ശത്രുക്കൾ പിടിപെടാൻ. കാരണം രോഗം ചിന്തിക്കുന്നത്, ശത്രുക്കൾ ചിന്തിക്കണം, ചോരന്മാർ ചിന്തിക്കണം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ 6 കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ വ്യാഴം നിൽക്കുക 12ലേക്ക് ദൃഷ്ടി ചെയ്ത് കഴിഞ്ഞാൽ, ഈ വ്യാഴത്തിന് പ്രത്യേകത ഉണ്ട്. 12ലേക്ക് ദൃഷ്ടിയോ യോഗമോ അവിടെ നിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിഗൂഢ ശാസ്ത്രങ്ങൾ തൽപരൻ, അതായത് നമ്മുടെ ഈ വക്കീൽ അല്ലെങ്കിൽ അതായത് നമ്മുടെ സ്റ്റേറ്റ് ലെവലൊക്കെ വക്കീലാവാനും നിഗൂഢ ശാസ്ത്രങ്ങൾ താല്പര്യമുള്ളവനും ഒക്കെ ഈ വ്യാഴം 12ലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ പക്ഷെ അതിനെപോലെ ശുഭനായതുകൊണ്ട് കയറ്റവും കൊടുക്കും, അതുപോലെ ഇറക്കവും കൊടുക്കും എന്നുള്ളതാണ്. അവിടെ 7ഉം 8ഉം ഭാവാധിപൻ, അതായത് ഒരു നമ്മുടെ 7ാം ഭാവം കൊണ്ട് വിവാഹം ചിന്തിക്കുന്ന 7 കൊണ്ടാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ 7ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് 7ാം ഭാവാധിപനൊക്കെ നോക്കും, ആ ലഗ്നത്തിൽ 7ാം കാരകനെ നോക്കും. ദുസ്ഥാനത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വിവാഹ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാം. ഇത് പൊതുവായിട്ടുള്ള രീതികളാണ് പറയുന്നത്. 8ാം ഭാവം കൊണ്ടാണ് മരണം, ദുഃഖം, വേർപാടൊക്കെ ചിന്തിക്കുന്നത് 8 കൊണ്ടാണ്. അപ്പോൾ ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതയാത്രകളിൽ ഇവിടെയും ഈ ഒരു കർക്കിടക ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതയാത്രകൾ ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാർട്ട് 2 പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.